ഈ ആര്യൻ അധിനിവേശം എന്നൊക്കെ പറഞ്ഞിരുന്ന ചരിത്രകാരന്മാർ തന്നെ അതിനെ റമീല താപ്പർ അടക്കമുള്ള ആളുകൾ അത് തെളിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് തള്ളി പറഞ്ഞല്ലോ. അവരുടെ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവസാന കാലത്ത് ഇതിനൊന്നും എനിക്ക് യാതൊരു തെളിവില്ല എന്ന് അവർ തന്നെ തള്ളി പറഞ്ഞല്ലോ. ആര്യ പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിലാണ്, ആ രീതിയിലാണ് എല്ലാ പുരാണ ഇതിഹാസങ്ങളിലും അത് ഉപയോഗിച്ചത്. പക്ഷേ അതിനെ ആര്യനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കലുകൾ കേരളത്തിലെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ ഈ അടുത്ത കാലം വരെ നടത്തി. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രയോക്താക്കളായിരുന്ന റമീല താപ്പറെ പോലുള്ള ആളുകൾ അടക്കം ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞത്. അതുപോലെ കേരളത്തിലെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളം വലിയ ബുദ്ധ കേന്ദ്രമായിരുന്നു എന്നുള്ളത്. MGS നാരായണനെ പോലുള്ള ചരിത്ര ഗവേഷകർ, ഈ സാഹിത്യം എഴുതുന്ന ആൾക്കാരല്ല, ചരിത്ര ഗവേഷകർ തൃക്കണാമതിലകത്തു നിന്ന് മാത്രമാണ് ഒരു ബുദ്ധ ഇതുണ്ടായിരുന്നതിൻ്റെ അവശേഷിപ്പുണ്ടായിരുന്നതിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളൂ. വേറെ എവിടെ നിന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല. ബുദ്ധൻ്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പലതുണ്ട്. ബുദ്ധൻ്റെ കാലത്ത് ശില്പനിർമ്മാണം ഉണ്ടായിട്ടില്ല. ബുദ്ധനെ ആരും കണ്ടിട്ടില്ല.